നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു വല്ലാത്ത കാഴ്ചയാണ്, വല്ലാത്ത കഥയാണ്. സിറിയൻ നഗരമായ അലപ്പോ ഇപ്പോൾ വിമതരുടെ കയ്യിൽ. നഗരത്തിൽ നിന്ന് സർക്കാർ സൈന്യം താൽക്കാലികമായി പിൻവലിഞ്ഞുവെന്ന് സൈന്യം തന്നെ പ്രഖ്യാപിക്കുന്നു. ഡസൻ കണക്കിന് തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടു. നേരത്തെ ഇദ്ലിബ് പ്രവിശ്യ പിടിച്ചെടുത്ത വിമതസേന തുടർന്ന് അലപ്പോ നഗരത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അലപ്പോ നഗരം പൂർണ്ണമായി ഇപ്പോൾ വിമതരുടെ കയ്യിലെന്ന് തുർക്കി മാധ്യമങ്ങൾ. യുദ്ധഭീതി കനത്തതോടെ ജനങ്ങൾ കൂട്ടപ്പലായനം തുടങ്ങി. സിറിയയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളുമൊക്കെ പിടിച്ചടക്കിക്കൊണ്ട് ഹയാത്ത് തഹ്രീർ അൽ ഷംസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ള വിമതസേനയാണ് ഇക്കഴിഞ്ഞയാഴ്ച ആക്രമണം കനപ്പിച്ചത്. തുർക്കിയുടെ പിന്തുണയോടെയാണ് വിമതർ ആക്രമണം നടത്തുന്നത്. എന്നാൽ അലപ്പോയിൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാനായില്ല എന്ന് സിറിയൻ ഭരണകൂടം പറയുന്നു. തിരിച്ചടിക്കായി സൈന്യത്തെ ഉടൻ തന്നെ പുനർവിന്യസിക്കുമെന്നാണ് സിറിയയുടെ പ്രഖ്യാപനം. സിറിയൻ ഭരണകൂടത്തിന് റഷ്യ പൂർണ്ണ സൈനിക പിന്തുണ വാഗ്ദാനം ചെയ്തു. വെള്ളിയാഴ്ച റഷ്യൻ യുദ്ധവിമാനങ്ങൾ വിമതരുടെ താവളങ്ങൾ ബോംബിട്ട് തകർത്തിരുന്നു. 200 പേരെ തങ്ങൾ വധിച്ചുവെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. ലെബനൻ അതിർത്തിയോട് ചേർന്ന സിറിയയുടെ പ്രദേശങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പോർവിമാനങ്ങൾ വലിയ തോതിൽ ബോംബാക്രമണം നടത്തി. ഹിസ്ബുള്ള ആയുധക്കടത്തിനുപയോഗിക്കുന്ന കേന്ദ്രങ്ങളിലാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രയേൽ വിശദീകരിക്കുന്നു. എന്താണ് സിറിയയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2011 സിറിയയിൽ തുടങ്ങിയ ആഭ്യന്തര യുദ്ധം ഇപ്പോഴും കെട്ടടങ്ങാതെ അവശേഷിക്കുന്നുവെന്നതിൻ്റെ കൃത്യമായ തെളിവുകളല്ലേ? അതിലപ്പുറം സിറിയൻ ഭരണകൂടത്തെ പിന്തുണച്ചിരുന്ന ഇറാൻ ഇപ്പോൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. അലപ്പോയുടെ ആക്രമണത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന HTSന് സലഫിസത്തിൽ വേരൂന്നിയ സങ്കീർണമായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അലപ്പോയുടെ 2/3 ഭാഗവും തങ്ങളുടെ നിയന്ത്രണത്തിലായി എന്ന് HTS പ്രഖ്യാപിച്ചു. 2017 നിരവധി സിറിയൻ ജിഹാദി ഗ്രൂപ്പുകൾ പുനഃസംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഫലമാണ് HTS. പല കമാൻഡർമാരും ബുദ്ധിജീവികളും അൽ ഖ്വയ്ദയുടെ സിറിയൻ ശാഖയായ അൽ നുസ്ര ഫണ്ടിൽ നിന്നാണ് HTSലെത്തിയത്. 2005 അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തിരുന്ന ദീർഘകാല സലഫിസ്റ്റ് എതിരാളിയായിരുന്ന ഹാഷിം അബൂ ജാഫർ അൽ ഷെയ്ഖാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. പിന്നീട് ഇതൊരു ഭീകര സംഘടനയായി വളർന്നു. 2011 ഷെയ്ഖ് ജയിലിൽ നിന്ന് മോചിതനായി. ഇപ്പോൾ HTSന്റെ നിലവിലെ നേതാവ് അബൂ മുഹമ്മദ് അൽ ജുലാനി. ഇയാൾ അമീറായി മാറുന്നതുവരെ ഏകദേശം 6 മാസത്തോളം ഷെയ്ഖ് അമീറായി പ്രവർത്തിച്ചിരുന്നു. തുടർന്ന് ഷെയ്ഖ് HTSന്റെ ഷൂറ കൗൺസിൽ തലവനായി. നേരത്തെ ജുലാനിയെ പിടികൂടുന്നവർക്ക് ഏകദേശം $10 മില്യൺ അമേരിക്ക പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. 2017 മുതൽ ജുലാനിയാണ് HTSനെ നയിക്കുന്നത്. രാഷ്ട്രീയ സൈനിക നേതാവായി അദ്ദേഹം സ്വയം അവരോധിതനായി. മറ്റ് ജിഹാദി ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് ജുലാനിയുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. താനും തന്റെ സംഘടനയും പാശ്ചാത്യർക്ക് ഒരു ഭീഷണിയല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത നിലപാട്. സിറിയ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായ ആക്രമണത്തിനുള്ള ഒരു ലോഞ്ച് പോയിന്റായി മാറ്റിയിരിക്കുന്നു ഇപ്പോഴത്തെ ഭരണകൂടം. ഇത്തരമൊരു തലത്തിലേക്ക് സിറിയയെ തള്ളിവിടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ജുലാനിയുടെ നിലപാട്. അൽ ഖ്വയ്ദയുടെ അസ്തമനത്തിനു ശേഷം അൽ ഖ്വയ്ദയുടെ അതേ പ്രവർത്തന ശൈലി തന്നെ പിന്തുടരുമോ ജുലാനി എന്ന അദ്ദേഹത്തിന്റെ പല സംഭാഷണങ്ങളും നമുക്ക് സംശയങ്ങൾ ജനിപ്പിക്കുന്നു. എന്നാൽ ISനെ പോലെ നിരപരാധികളെ കൊന്നൊടുക്കാൻ തന്റെ സംഘടന ആഗ്രഹിക്കുന്നില്ല എന്ന് പലവട്ടം ജുലാനി വ്യക്തമാക്കി. നേരത്തെ ഇദ്ലിബ് പ്രവിശ്യയിൽ ഒരു വിശാല ഭരണസമിതി ഇയാളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിരുന്നു. മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ബഹുമാനിക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. ക്രിസ്ത്യാനികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകണമെന്നും ജുലാനി പറയുന്നു. 2022 ഇദ്ലിബിലെ ക്രിസ്ത്യാനികൾക്ക് ആദ്യമായി കുർബാന ആഘോഷിക്കാൻ HTS അനുവാദം നൽകിയതിലൂടെയാണ് ജുലാനി ശ്രദ്ധിക്കപ്പെടുന്നത്. ഇക്കാര്യം വത്തിക്കാൻ സ്റ്റേറ്റ് മീഡിയ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് പിടിച്ചെടുത്ത എല്ലാ സ്വത്തുക്കളും തിരികെ നൽകുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. അലപ്പോയിലേക്കുള്ള ആക്രമണത്തിനും തന്റേതായ നയം അദ്ദേഹം പ്രഖ്യാപിച്ചു. സാംസ്കാരികവും മതപരവുമായ വൈവിധ്യങ്ങളും നീണ്ട ചരിത്രവും നാഗരികതയുമുള്ള അലപ്പോ പട്ടണം സംസ്കാരങ്ങളുടെ ഒരു വഴിത്തിരിവാണ് ഈ ആക്രമണമെന്ന് ജുലാനി പ്രഖ്യാപിച്ചു. ചരിത്രത്തിൽ അലപ്പോയുടെ സ്ഥാനം ബഹുമാനിക്കാൻ സൈനികരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഏറെ വൈരുദ്ധ്യമെന്ന് തോന്നാം. ഒരു വശത്ത് ടർക്കി പിന്തുണയ്ക്കുന്ന HTS എന്ന സായുധ സംഘടന,
മറുവശത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ജിഹാദി ഗ്രൂപ്പുകളുടെ പിന്തുണയിൽ സിറിയ ഭരിക്കുന്ന ബഷർ അൽ അസാദ് ഭരണകൂടം. അസാദിനെ ഇത്തരമൊരു ഭരണതലത്തിൽ നിലനിർത്താൻ സഹായിച്ചിരുന്നത് ഇറാനും റഷ്യയും നേരിട്ട് തന്നെ. 2011 അസാദ് ഭരണകൂടത്തിനെതിരെ വിമതർ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ റഷ്യയും ഇറാനുമൊക്കെ അസാദ് ഭരണകൂടത്തിന് കട്ട പിന്തുണയുമായി എത്തി. തുടർന്ന് സിറിയയെ തങ്ങളുടെ ചവിട്ടുപടിയാക്കി മാറ്റി ഇറാൻ പ്രോക്സികൾക്ക് രൂപം കൊടുക്കുകയും അവരെ പശ്ചിമേഷ്യയിലാകെ വിന്യസിക്കുകയും ചെയ്തു. ലെബനനിൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ ഇറാൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയത് സിറിയ ബേസ് ചെയ്തുകൊണ്ട് തന്നെ. തന്ത്രപരമായ യുദ്ധനീക്കങ്ങളായിരുന്നു ഇസ്രായേൽ നടത്തിയിരുന്നത് എന്ന് വ്യക്തം. സിറിയയിലുള്ള ഹിസ്ബുള്ള സംഘടനയുടെ സംവിധാനങ്ങൾ തകർന്നില്ലെങ്കിൽ ഭാവിയിൽ വീണ്ടും ലെബനനിൽ ഹിസ്ബുള്ള ശക്തി ആർജിക്കുമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ സിറിയയിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ അവർ തുടക്കം മുതൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തി. ഇപ്പോൾ ലെബനൻ മണ്ണിൽ ഹിസ്ബുള്ള നിലം പൊത്തിയപ്പോൾ സിറിയയിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുകൾക്ക് യാതൊരുവിധ സഹായവും നൽകാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. ലെബനൻ സിറിയ അതിർത്തിയിലുള്ള മുഴുവൻ ഹിസ്ബുള്ള കേന്ദ്രങ്ങളും ഇസ്രായേൽ ബോംബാക്രമണത്തിലൂടെ തകർന്നു. ഒടുവിൽ അസാദ് ഭരണകൂടത്തിന് പൂർണ്ണ പിന്തുണയും സൈനിക ശക്തിയും നൽകിയിരുന്ന ഹിസ്ബുള്ള അസ്തമിച്ചു എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ മറുവശത്ത് HTS തലപൊക്കി. HTSനെതിരെ ഒരു യുദ്ധവുമായി മറുവശത്ത് ഇറാൻ നിലയുറപ്പിച്ചാൽ അത് എർദോഗനും ഖമനേയും തമ്മിലുള്ള നേർയുദ്ധമാകും. ഏറെ വൈരുദ്ധ്യമെന്ന് നമുക്ക് തോന്നാവുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ പരിണമിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം ഇസ്രായേൽ നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു എന്ന് വ്യക്തം. സിറിയൻ ഭരണകൂടം ദുർബലമായാൽ അപ്പോൾ തന്നെ HTS തലപൊക്കുമെന്ന് കൃത്യമായി നെതന്യാഹുവും സംഘവും കണക്കുകൂട്ടി. ഹിസ്ബുള്ള തകർക്കപ്പെട്ടാൽ മറുവശത്ത് സിറിയയ്ക്കുള്ളിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങും എന്നത് വ്യക്തമായിരുന്നു. എല്ലാ കാലത്തും റഷ്യയുടെ ഏറ്റവും വലിയ സഖ്യരാജ്യമായി സിറിയ നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ ബഷർ അൽ അസാദിനെ സഹായിക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും റഷ്യയ്ക്കുണ്ട്. എന്നാൽ എത്ര കണ്ട് റഷ്യയ്ക്ക് ഈ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കാൻ കഴിയും? മറുവശത്ത് അസാദ് ഭരണകൂടം ഇപ്പോഴും അമേരിക്കയോട് മുഖം തിരിച്ചു നിൽക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ടർക്കിയുമായി ഒരു യുദ്ധഘട്ടത്തിലേക്ക് സിറിയൻ ഭരണകൂടം കടന്നാൽ അത് നാറ്റോ സഖ്യരാജ്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന ലോകയുദ്ധമായി പരിണമിക്കും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. റഷ്യയുടെ ആക്രമണങ്ങൾ കനത്താൽ ടർക്കി ഏതു തലത്തിൽ പ്രതികരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാൻ നേരിട്ട് യുദ്ധഭൂമിയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കുറവാണ്. വർഷങ്ങളായി പ്രസിഡന്റ് ബഷർ അസദിനെതിരെ കൃത്യമായ നിലപാട് കൈക്കൊള്ളുന്ന സംഘടനയാണ് HTS. ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് നുസ്ര ഫ്രണ്ട് എന്ന പേരിൽ. പിന്നീട് US-ഉം റഷ്യയും തുർക്കിയും മറ്റ് രാജ്യങ്ങളുമൊക്കെ ഒരു തീവ്രവാദ ഗ്രൂപ്പായി ഇവരെ പ്രഖ്യാപിച്ചു. എന്നാൽ വൈരുദ്ധ്യമെന്ന് പറയട്ടെ, HTS-നെ പിന്നീട് ടർക്കി അനുകൂലിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സ്ഥിതിഗതികൾ തങ്ങൾ വീക്ഷിച്ചു വരികയാണ് എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പറയുന്നു. സിറിയയിലെ ജിഹാദിസ്റ്റ് വിമതരുടെ മുന്നേറ്റങ്ങളെ ഇസ്രായേൽ വളരെ ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ് എന്ന് ഇസ്രായേൽ പറയുന്നു. 2011 മുതൽ സിറിയയിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധം ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഈ യുദ്ധത്തിൽ കൊന്നൊടുക്കിയത്. ദശലക്ഷക്കണക്കിന് ആളുകളെ സിറിയയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടു. 2011 തുടങ്ങിയ ആഭ്യന്തര യുദ്ധം ഔപചാരികമായ അവസാനമില്ലാതെ ഇപ്പോഴും തുടരുന്നുവെന്ന് വേണം HTSന്റെ ഇപ്പോഴത്തെ ആക്രമണങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. റഷ്യൻ പിന്തുണയോടെ 2016 വിമതരുടെ കയ്യിൽ അകപ്പെട്ട അലപ്പോ നഗരം അസാദ് ഭരണകൂടം പിടിച്ചെടുക്കുന്നത്. അലപ്പോ നഗരത്തിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ അതിഭീകരമാണ്. പ്രസിഡന്റിന്റെ അന്തരിച്ച സഹോദരൻ ബാസിൽ അസദിന്റെ തകർത്ത പ്രതിമയിൽ ആളുകൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. പോരാളികൾ ഇപ്പോൾ ട്രക്കുകളിൽ നഗരം ചുറ്റി തെരുവുകളിലൂടെ കറങ്ങുകയാണ് അവരുടെ വാഹനങ്ങളിൽ. തീവ്രവാദികൾ വൻതോതിൽ പല ദിശകളിൽ നിന്നും അലപ്പോയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നുവെന്നാണ് സിറിയൻ സൈന്യം വ്യക്തമാക്കുന്നത്. അലപ്പോ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം വിമതർ ഏറ്റെടുത്തതായി അവരുടെ ഓപ്പറേഷൻ റൂമും സുരക്ഷാ സ്രോതസ്സുമൊക്കെ ഇപ്പോൾ അറിയിക്കുന്നു. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധമാണ് ഇത്തരമൊരു തലത്തിലേക്ക് സിറിയ അധംപതിക്കാനുള്ള കാരണം. ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്നടിഞ്ഞ ഹിസ്ബുള്ള കേന്ദ്രങ്ങളും ഹിസ്ബുള്ളയുടെ മനോവീര്യവുമൊക്കെ സിറിയൻ സൈന്യത്തിന് പിന്തുണ നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അസദ് വിരുദ്ധ ഗ്രൂപ്പുകളെ എന്തുകൊണ്ട് ഇസ്രായേൽ സഹായിക്കുന്നില്ല എന്ന വിമതരുടെ ചോദ്യം. ഇതൊരു സുവർണാവസരമാണ് എന്ന് വിമതർ പറയുന്നു. അസദ് ഭരണകൂടത്തെ താഴെയിറക്കാൻ ഞങ്ങൾക്ക് ഇസ്രായേലിന്റെ പിന്തുണ മാത്രം മതി. ഇറാനെയും ഹിസ്ബുള്ളയെയും എന്നേക്കുമായി സിറിയയിൽ നിന്ന് കുടിയൊഴിപ്പിക്കണമെങ്കിൽ അസാദിനെ താഴെയിറക്കണം.
അതിനുവേണ്ടി ഇസ്രായേലിന്റെ പിന്തുണ തങ്ങൾക്ക് നൽകണമെന്നാണ് ഇപ്പോൾ വിമതസേനയുടെ ആവശ്യം. സിറിയയിൽ നിരവധി ഇറാൻ സെന്ററുകളുണ്ട്. നിരവധി ഇറാൻ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ വിമതസേന പിടിച്ചടക്കിയിരിക്കുന്നത്. അസാദ് ഭരണകൂടത്തെ പൂർണ്ണമായി തകർത്തെറിയാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. പൊതുവെ അസദ് ഭരണകൂടം ഒരു മൃദു സമീപനമാണ് ഇസ്രായേലിനോട് പുലർത്തിയിട്ടുള്ളത്. ഹിസ്ബുള്ളയുടെ പിന്തുണ തേടുമ്പോഴും ഇറാൻ സഖ്യരാജ്യമായി സിറിയ അറിയപ്പെടുമ്പോഴും മോസ്കോയുമായി വളരെ അടുത്ത നയതന്ത്ര ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോഴും ഇസ്രായേലിനെതിരെ വ്യക്തമായ ആക്രമണത്തിനുള്ള ശക്തിയും ധൈര്യവുമൊന്നും ഒരിക്കലും ഇപ്പോൾ അസാദ് ഭരണകൂടം കാട്ടുന്നില്ല. എന്നാൽ വിമതസേനയെ ആക്രമിക്കാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ കൂട്ടത്തോടെ സിറിയയിലെത്തിക്കുമോ എന്ന ഭയം ഇസ്രായേലിനുമുണ്ട്. ഇത് ഭാവിയിൽ തങ്ങൾക്ക് ദോഷകരമായി തീരുമെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. ഒരു വശത്ത് റഷ്യയും ഇറാനുമൊക്കെ പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക സൈന്യം, മറുവശത്ത് തുർക്കി പിന്തുണയ്ക്കുന്ന HTS വിഭാഗം. സിറിയയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് തന്റെ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദനുമായി ഫോണിൽ സംഭാഷണം നടത്തി എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അപകടകരമായ സാഹചര്യത്തിലേക്കാണ് സിറിയയുടെ ഇപ്പോഴത്തെ പോക്ക് എന്ന് ഇരു വിദേശകാര്യ മന്ത്രിമാരും സമ്മതിച്ചു. എന്നാൽ അലപ്പോ ഉൾപ്പെടെയുള്ള മേഖലകൾ HTS നിയന്ത്രണത്തിൽ തന്നെ ആവട്ടെ എന്ന നിലപാടാണ് തുർക്കിക്കുള്ളത്. സിറിയയെ അസ്ഥിരപ്പെടുത്താനുള്ള ഇസ്രായേൽ US പദ്ധതിയുടെ ഭാഗമാണ് വിമത ആക്രമണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. വരുന്ന 72 മണിക്കൂറിനുള്ളിൽ കൂടുതൽ സൈനിക സഹായങ്ങൾ സിറിയൻ ഭരണകൂടത്തിന് നൽകുമെന്നാണ് ഇപ്പോൾ റഷ്യയുടെ പ്രഖ്യാപനം. റഷ്യ ഇത്ര കരുത്തോടെ ശക്തമായ പിന്തുണയുമായി കളത്തിലിറങ്ങിയിട്ടും ഇറാന് സിറിയയെ ഔദ്യോഗികമായി പിന്തുണച്ച് സേനയെ അയക്കാൻ കഴിയുന്നില്ല എന്നതാണ് മേഖലയിലെ ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയം. ഇപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ വലിയ സ്വാധീനമുണ്ട് സിറിയയുടെ ചില ഭാഗങ്ങളിൽ. വടക്ക് കിഴക്കൻ സിറിയയുടെ ഭൂരിഭാഗവും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് US പിന്തുണയുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സാണ്. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് നേതൃത്വം നൽകിയ കുർദിഷ് പീപ്പിൾ പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ ഇപ്പോൾ ശക്തമായ നിലയിൽ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. അവിടെ നിന്ന് സർക്കാർ സൈന്യം പൂർണ്ണമായി ഒഴിഞ്ഞുപോയിട്ട് വർഷങ്ങളായി. അലപ്പോ പ്രവിശ്യയിൽ അസാദ് ഭരണകൂടത്തിന് നേരത്തെ പിന്തുണ നൽകിയിരുന്ന ഇറാന്റെ ശക്തി കുറഞ്ഞതാണ് ഇപ്പോൾ വിമതരുടെ മുന്നേറ്റത്തിന് കാരണമെന്ന വിലയിരുത്തലാണ് സിറിയൻ ഭരണകൂടത്തിന്. റഷ്യൻ സഹായത്തോടെ എത്രമാത്രം വിമതസേനയെ തുരത്താൻ കഴിയും എന്ന ആശങ്ക സിറിയൻ ഭരണകൂടത്തിന് മേൽ ശക്തമായി തുടരുന്നു. സിറിയയെ അസ്ഥിരപ്പെടുത്താനുള്ള US ഇസ്രായേൽ പദ്ധതിയുടെ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന വിമത ആക്രമണങ്ങളെന്ന് ഇറാൻ ശക്തമായി ആരോപണമുന്നയിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി ശനിയാഴ്ച റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഫോണിൽ സംഭാഷണം നടത്തി. തുടർന്നാണ് റഷ്യയും ഇറാനും സംയുക്ത പ്രസ്താവന ഇറക്കിയത്. സിറിയൻ വിമത ആക്രമണങ്ങളെ ഭീകരതയുടെ ദുഷിച്ച പ്രതിഭാസമെന്നാണ് ഇപ്പോൾ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള സൈനിസ്റ്റ് നീക്കങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന വിമത മുന്നേറ്റങ്ങൾ. HTSുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുർക്കിയുമായി ഏതെങ്കിലും വിധത്തിൽ ഇറാൻ ഒരു നേരിട്ട യുദ്ധത്തിലേക്ക് കടക്കുമോ? മറുവശത്ത് റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ വിമതസേനയെ ഒതുക്കും എന്ന വെല്ലുവിളികൾ ഉയർത്തുന്നു. അസാദ് ഭരണകൂടത്തിന്റെ അന്ത്യത്തിന് ഈ വിമത നീക്കം കാരണമാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ആത്യന്തികമായി ഇതൊരു ഇസ്രായേൽ വിജയം തന്നെ എന്ന് നമുക്ക് തീർത്തു പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.